നിങ്ങൾക്കറിയാമോ നമ്മളുടെ ബ്രെയിൻ വിഷ്വൽസ് ടെക്സ്റ്റുകൾ പ്രോസസ് ചെയ്യുന്നതിനും 60,000 മടങ്ങ് വേഗതയിൽ പ്രോസസ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബ്രെയിനിൽ എത്തുന്ന ഡാറ്റയുടെ 90% വിഷ്വൽ ഡാറ്റയാണ്. ഇത് നിങ്ങൾക്ക് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 10-15 വർഷം മുമ്പ് നിങ്ങൾ കണ്ട ഒരു സിനിമയുടെ കഥ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. പക്ഷെ 10 ദിവസം മുമ്പ് വായിച്ചൊരു ബുക്കിലെ കണ്ടന്റ് നമ്മൾ പെട്ടെന്ന് മറന്നു പോകും, അല്ലെ? ഇതിന് കാരണം എന്താ വെച്ചാല് ടെക്സ്റ്റുകൾ നമ്മളുടെ ബ്രെയിൻ സെപ്പറേറ്റ് ഇമേജസ് ആയിട്ടാണ് ഡിറ്റക്ട് ചെയ്യുക. പിന്നെ ആ ടെക്സ്റ്റുകൾ കമ്പൈൻ ചെയ്ത് ലാംഗ്വേജ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്ന് പിന്നെ അതിന് ഇന്റർപ്രറ്റ് ചെയ്തെടുത്തിട്ടാണ് ബ്രെയിൻ അത് ഡാറ്റ ആയിട്ട് സ്റ്റോർ ചെയ്യുക. നേരെ മറിച്ച് വിഷ്വൽ ആണെന്നുണ്ടെങ്കിൽ ബ്രെയിനിന് ഡയറക്റ്റ് അതുപോലെ തന്നെ പെർസീവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതുകൊണ്ടാണ് വിഷ്വലിന് നമ്മുടെ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഡെയിലി ലൈഫിൽ എന്തോരം വിഷ്വൽ ഡാറ്റയാണ് കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ ലൈവായിട്ട് കാണുന്ന കാര്യങ്ങൾക്ക് പുറമെ നമ്മൾ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ, വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പിക്ചേഴ്സ്, വീഡിയോസ് വരും. യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇനി അതല്ലെങ്കിൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ എന്തോരം വിഷ്വൽ ഡാറ്റ വരുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം ടൈപ്പ് ഓഫ് വിഷ്വൽ ഡാറ്റയാണ്. ന്യൂസ് ചാനൽസ് ഉണ്ട്, ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് വരുന്ന ചാനൽസ് ഉണ്ട്, പാട്ടുകൾ വരുന്ന ചാനൽസ് ഉണ്ട്, സിനിമകൾ പ്ലേ ചെയ്യുന്ന ചാനൽസ് ഉണ്ട്, ഡെയിലി പ്രോഗ്രാംസ് ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനൽസ് ഉണ്ട്. ഇതിൽ കൂടെയൊക്കെ ഒരുപാട് ഡിജിറ്റൽ വിഷ്വൽസ് മാത്രം നമ്മളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ നമ്മളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. ഈ വിഷ്വൽ ഡാറ്റ സെർട്ടൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ എല്ലാം ലൈഫിൽ കടന്നു വരുന്നത്. ഇത് ആരൊക്കെയോ ഡിസൈൻ ചെയ്ത് പർപ്പസ്ഫുള്ളി ഉണ്ടാക്കുന്ന ഡാറ്റയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനെ പറ്റിയിട്ടാണ്. BA-BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് BA-BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ? എന്താണ് ഈ കോഴ്സിൽ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ? ആർക്ക് ഈ കോഴ്സ് പഠിക്കാം? എന്തൊക്കെയാണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ്? ഏതൊക്കെയാണ് നല്ല കോളേജസ്? ഇതെല്ലാം അറിയാനായിട്ട് വീഡിയോ തുടർന്നും കാണുക. നിങ്ങൾക്കുള്ള ഒരു ഐഡിയ, ഒരു തോട്ട്, ഒരു പ്ലാൻ, അല്ലെങ്കിൽ ഫാക്ച്വൽ കണ്ടന്റ്, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ്, ഇത് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിലേക്ക് വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് ഇൻ സിമ്പിൾ ടേംസ് ഏറ്റവും എളുപ്പത്തിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ +2 ഓർ ഇക്വാലന്റ് എക്സാം പാസ്സായിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആയിക്കോട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു ബാച്ചിലർ ഡിഗ്രി പെർസ്യൂ ആവുന്നതാണ്. എത്തരത്തിലുള്ള ഒരു സ്റ്റുഡന്റ് ആണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കേണ്ടത്? ഇതിന് എന്തൊക്കെ സ്കിൽ സെറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്? ഇത് പറയുന്നതിന് മുമ്പ് എന്താണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങൾ എന്നറിഞ്ഞിരിക്കണം. കാരണം വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ സ്കോപ്പ് മനസ്സിലാക്കാനും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന തൊഴിലവസരങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കുവാനും ആദ്യം തന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് അറിയുന്നത് സഹായകരമാകും. വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ കവർ ചെയ്യുന്ന ബേസിക് പേപ്പേഴ്സ് യൂണിവേഴ്സിറ്റികൾ മാറുന്നതിനനുസരിച്ചിട്ട് ചെറിയ രീതിയിൽ വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് സെമസ്റ്റർ വൈസ് പേപ്പേഴ്സ് എടുത്തിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ബേസിക് ആയിട്ട് കവർ ചെയ്യുന്ന കുറച്ച് പേപ്പേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ടു മാസ് മീഡിയ ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കൺസെപ്റ്റുകൾ, ദെൻ ഫോട്ടോഗ്രാഫി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഗ്രാഫിക് ഡിസൈൻ, സ്ട്രീറ്റ് തിയേറ്റർ, കമ്മ്യൂണിക്കേഷൻ സൈക്കോളജി, 2D ആൻഡ് 3D ഡിസൈൻസ്, ഫിലിം സ്റ്റഡീസ്, ബേസിക്സ് ഓഫ് അഡ്വർടൈസ്മെന്റ്, പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ ഡിസൈൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ടെലിവിഷൻ പ്രൊഡക്ഷൻ, മീഡിയ ലോസ് ആൻഡ് എത്തിക്സ്, ഇവന്റ് ഫോട്ടോഗ്രാഫി, വെബ് ഡിസൈനിങ്, ന്യൂസ് പ്രൊഡക്ഷൻ. ഇത്രയാണ് ബേസിക് ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോമൺ ആയിട്ട് ഇതിൽ കവർ ചെയ്ത് വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ. ഇത് കൂടാതെ വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ലാസ്റ്റ് സെമസ്റ്റർ ഇന്റേൺഷിപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഇന്റേൺഷിപ്പിൽ അവിടെ പോകാവുന്നതാണ്. അപ്പോൾ 6 മന്ത് നിങ്ങൾക്ക് നോർമലി ഒരു വർക്ക് എക്സ്പീരിയൻസ് തന്നെ കമ്പനിയിൽ നിന്ന് കിട്ടും. നിങ്ങളുടെ വർക്കിൽ കമ്പനി വളരെ ഇംപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ 6 മന്ത് ഇന്റേൺഷിപ്പിന് ശേഷം നിങ്ങൾ കോഴ്സ് പാസ് ഔട്ട് ആയതിനു ശേഷം നല്ലൊരു ശതമാനം സ്റ്റുഡൻസിനും ഇന്റേൺഷിപ്പ് ചെയ്ത കമ്പനികളിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള അവസരവും കിട്ടും. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ജോലി സാധ്യതകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മറ്റ് ജോലികൾ പോലെ ഇപ്പോൾ ഒരു ഓഫീസ് ജോലി പോലെയോ ക്ലറിക്കൽ ജോലി പോലെയോ ഒരു യൂണിഫോം ജോബ് പോലെയോ ഒക്കെ നിങ്ങൾക്ക് വെറുതെ അങ്ങ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ അല്ല വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഒരു സർട്ടൻ ലെവൽ ഓഫ് പാഷനും കമ്മിറ്റ്മെന്റും ഈ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനസ്സും ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.
വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ കരിയറിലെ സക്സസും നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റും എല്ലാം നിങ്ങളുടെ സ്കിൽ സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ സ്കിൽ സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ജന്മനാ കിട്ടുന്ന കഴിവുകളെ പറ്റിയിട്ടൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നതെന്ന്. അതല്ല, ആർട്ടിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു സർട്ടൻ ലെവൽ ഓഫ് സ്കിൽ സെറ്റ് ഉണ്ട്. ഇത് നിങ്ങളുടെ ഹാർഡ് വർക്കിൽ നിന്നും കമ്മിറ്റ്മെന്റിൽ നിന്നും പാഷനിൽ നിന്നും മാത്രം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോളേജിൽ നിന്ന് 50 പേര് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഈ 50 പേരുടെയും ഔട്ട്പുട്ട് 50 രീതിയിലായിരിക്കും. അപ്പൊ നിങ്ങളുടെ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ് നിങ്ങളുടെ ഈ പ്രൊഫഷനിലെ റെമ്യൂണറേഷനെയും ഈ പ്രൊഫഷണൽ കരിയർ ഗ്രോത്തിനെ എല്ലാത്തിനെയും ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെയ്യുന്ന ജോലിയോട് ഒരു ഇഷ്ടവും കമ്മിറ്റ്മെന്റും പാഷനും എല്ലാം വേണം. അപ്പോൾ അതുണ്ടോ നിങ്ങൾക്ക് എന്ന് ചെക്ക് ചെയ്യണം ഇത്തരത്തിലൊരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഇനി വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ജോലി സാധ്യതകളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഈ പറഞ്ഞ മേഖലകളിലെല്ലാം നിങ്ങൾക്ക് ജോലി സാധ്യതകളുണ്ട്. ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എഡിറ്ററായോ സിനിമോട്ടോഗ്രാഫറായിട്ടോ ഡയറക്ടറായിട്ടോ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, ന്യൂസ് ഇൻഡസ്ട്രി അതായത് ജേർണലിസത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടറായിട്ടോ അതല്ലെങ്കിൽ കണ്ടന്റ് റൈറ്ററായിട്ടോ ക്യാമറമാൻ ആയിട്ടോ ന്യൂസ് പ്രൊഡ്യൂസറായിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റേജിലോ എല്ലാവിടെയും ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഗ്രാജുവേറ്റിന് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ഇനി ഗ്രാഫിക് ഡിസൈനിങ് ആയാലും അനിമേഷൻ ഒക്കെ ആയാലും ചില യൂണിവേഴ്സിറ്റികളിലെങ്കിലും നിങ്ങളുടെ കരിക്കുലത്തിന്റെ പാർട്ടായിട്ട് വരുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ സ്ട്രക്ചറിൽ നിന്നിട്ട് തന്നെ ഹയർ സ്റ്റഡീസിൽ അത്തരം സ്പെഷ്യലൈസേഷൻസ് എടുത്തിട്ട് ആ മേഖലകളിലേക്ക് അനിമേഷനിലേക്കോ ഗ്രാഫിക് ഡിസൈനിലേക്കോ അങ്ങനത്തെ മേഖലകളിലേക്കൊക്കെ നിങ്ങൾക്ക് കരിയറിനെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആർട്ട് ഫിലിം ഇൻഡസ്ട്രി, PR ഒരുപാട് രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ PR ഇൻഡസ്ട്രികൾക്ക് PR വർക്ക് ചെയ്യുന്ന ടീമുകൾക്കൊക്കെ ഒരുപാട് ആവശ്യക്കാരുണ്ട്. അപ്പൊ അത്തരം രീതിയിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ഫേം സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ ഇന്ത്യയിൽ വളരെ വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഇത് അത്ര അധിക രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഇപ്പോൾ ഇന്ത്യയിലെ മാരേജസ് എന്ന് പറഞ്ഞാൽ ഒരു $1 മില്യൺ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ ഇന്നത്തെ വളരെ വലിയ ട്രെൻഡാണ്. അപ്പം വെഡിങ് ഫോട്ടോഗ്രാഫിയുടെ മേഖലയ്ക്കോ അല്ലെങ്കിൽ ഫാഷൻ ഫോട്ടോഗ്രാഫിയോ അതല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയോ ഇത്തരത്തിൽ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ രീതിയിലും നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ TV ചാനൽസ്, ന്യൂസ് ചാനൽസ്, പ്രസ് മീഡിയ ഇവിടേക്കൊക്കെ ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ച സ്റ്റുഡൻസിന് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഒരു കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഇനി 1-2 സ്റ്റുഡൻസ് എങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചൊരു ഡൗട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസിന്റെ ഉള്ളിലുള്ള ഒരു ഡൗട്ടാണ്, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷനും BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷനും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പൊ ഇതിൽ വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ BAയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ബാച്ചുലർ ഓഫ് ആർട്സ്. അപ്പോൾ BScയുടെയോ ബാച്ചുലർ ഓഫ് സയൻസ്. ഇത് തന്നെയാണ് ഫണ്ടമെന്റൽ ഡിഫറൻസ്. അതായത് BAയിലും BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലും സ്റ്റുഡൻസ് പഠിക്കുന്ന ടോപ്പിക്കുകൾ ജനറലി ഏറെക്കുറെ സെയിം തന്നെയാണ്. പക്ഷേ ഈ വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതി 2 രീതിയിലായിരിക്കും. അപ്പൊ BA വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു ആർട്ട് സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും. അത് തന്നെ BScയിലേക്ക് വരുമ്പോൾ ഒരു സയൻസ് സബ്ജക്റ്റുകൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ടോപ്പിക്കുകൾ അപ്രോച്ച് ചെയ്യുക. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കളർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ഇപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ കളറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ കളറിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് BAയിൽ ഒരു ആർട്ട് സബ്ജക്റ്റിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ഫിലിമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സെറ്റിന്റെ കളറിങ് എത്തരത്തിലാണ് ഒരു ഇമോഷനെ കൺവേ ചെയ്യുക, അല്ലെങ്കിൽ ആ കളർ അവിടെ കൊണ്ടുവരുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എന്താണ്, അതിന്റെ ആർട്ടിസ്റ്റിക്കൽ വാല്യൂ എന്താണ്, ഇതൊക്കെ ആയിരിക്കും BA വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുക. അപ്പൊ ഇത് തന്നെ BScയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ കളറിനെ കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ, അതായത് ഇപ്പൊ ഈ കളറിങ്ങിൽ വരുന്ന ടെക്നോളജിക്കൽ സൈഡ് എന്തൊക്കെയാണ്, ഇനി അതിന്റെ സ്പെക്ട്രോഗ്രഫി എന്താണ്, ഇനി ഈ കളർ മിക്സിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ സയന്റിഫിക്കലി ടെക്നിക്കലി ആയിരിക്കും ഈ കളർ എന്ന് പറഞ്ഞ സെയിം സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുക. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടായാലും നിങ്ങളൊരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഗ്രാജുവേറ്റ് ആയിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ 2 രീതിയിലുള്ള തോട്ട് പ്രോസസ്സും നിങ്ങൾക്ക് വേണ്ടി വരും. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു
വ്യക്തി ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പഠിത്തം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ഈ രണ്ട് രീതിയിലുള്ള പേഴ്സ്പെക്റ്റീവും ഈ വിഷയത്തിൽ ഉണ്ടായി വരും സ്വാഭാവികമായിട്ടും. പക്ഷെ നിങ്ങളുടെ ടേസ്റ്റ് ആണ് നിങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യം. നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ആർട്ടിസ്റ്റിക്കലായിട്ട് പഠിക്കണോ, അതോ നിങ്ങൾക്ക് കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്താൽ മതിയോ എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും അവർക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള മേഖലകളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം തികച്ചും വ്യക്തിപരമായിട്ട്. പക്ഷെ ഇതിൽ എനിക്ക് ഒരു കാര്യം കൂടി കമന്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ കോഴ്സസ് ഉള്ളതും ആവശ്യക്കാരുള്ളതും BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് കറന്റ്ലി. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസുകൾ ട്രെൻഡുകളും വരുന്നതും BScയിലാണ്. പക്ഷെ BA എടുക്കുന്നവർക്കും അതും ബൈ എക്സ്പീരിയൻസ് അവർക്ക് ഇത് അച്ചീവ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഈ കണ്ടന്റുകളൊക്കെ കറന്റ്ലി ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്ത് പോകുന്നതും BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഫണ്ടമെന്റലി എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ടെക്നിക്കൽ ആയിട്ടുള്ള കണ്ടന്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഇവിടെ അതിന്റെ ഒരു ആർട്ട് പേഴ്സ്പെക്റ്റീവിലേക്ക് ഡീപ്പായിട്ട് ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് യൂട്ടിലൈസ് ചെയ്യും. അതാണ് ബേസിക് BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.2 lakh to 2.5 lakh വരെയാണ് ഓൾ ഇന്ത്യയിൽ ഈ കോഴ്സിന് എക്സ്പെൻസ് വരുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി കോളേജ് ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഏറ്റവും പ്രധാനം ഏതൊക്കെയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പറ്റിയ മികച്ച കോളേജുകൾ എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യയെ അപേക്ഷിച്ച് സൗത്ത് ഇന്ത്യയിലാണ് കുറച്ചും കൂടി വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ മികച്ച കോളേജുകൾ ഉള്ളത്. സാധാരണ ഏറ്റവും അധികം കോളേജുകൾ നോർത്ത് ഇന്ത്യയിൽ ആവാറാണ് പതിവ്. പക്ഷെ വിഷ്വൽ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഇന്ത്യയിൽ കോളേജുകളുടെ എണ്ണം വളരെ കുറവും സൗത്ത് ഇന്ത്യയിലാണ് കോളേജുകളുടെ എണ്ണം കൂടുതലുള്ളത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം സിലബസ് ആണ്. അതായത് കോളേജുകൾ മാറുന്നതിനനുസരിച്ചിട്ട് സിലബസിൽ ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം കോളേജ് അപ്ഡേറ്റഡ് സിലബസ് ആണോ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകളാണോ ഈ കോളേജിന്റെ സിലബസിലുള്ളത്, ഇത്തരം കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇത് കുറച്ചും കൂടി തിയററ്റിക്കലിനേക്കാളും പ്രാക്ടിക്കൽ നോളജ് വേണ്ട ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ കോളേജസിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെയുള്ള സ്റ്റുഡിയോയിലുള്ള എക്യുപ്മെന്റ്സ്, ഇതൊക്കെ എന്തോരം മോഡേൺ എക്യുപ്മെന്റ്സ് ആണ്, നിങ്ങൾക്ക് എത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് വെച്ച് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം കോളേജുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഇത്തരത്തിലൊരു കോഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അവിടെ കോഴ്സ് പഠിച്ചതിന് ശേഷം നല്ല ഇന്റേൺഷിപ്പുകൾ, പ്ലേസ്മെന്റുകളൊക്കെ കിട്ടാൻ സാധ്യതകളുണ്ടോ. ഇത്തരം കാര്യങ്ങളാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പോലുള്ള ഒരു കോഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കോളേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പറ്റിയ മികച്ച കോളേജുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ പുറത്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെന്നൈ ലൊയോള കോളേജ്, അതുപോലെ തന്നെ SRM യൂണിവേഴ്സിറ്റി, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്, PST കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോയമ്പത്തൂർ, ഇതെല്ലാം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന കോളേജസ് ആണ്. ഇനി കേരളത്തിനകത്ത് തന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കൺസിഡർ ചെയ്യാവുന്ന മികച്ച കോളേജുകൾ അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി, സെന്റ് തോമസ് കോളേജ് തൃശ്ശൂർ, സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കോട്ടയം, ചേതന കോളേജ് ഓഫ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സ് തൃശ്ശൂർ, ഇവയൊക്കെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ഇൻഡി കരിയറിന്റെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് അവിടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള കരിയർ റിലേറ്റഡ് കണ്ടന്റുകൾ ഇനിയും കേൾക്കാനായിട്ട് ഇൻഡി കരിയർ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്